എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആൻഡ്രോ ചേട്ടൻ പറയുന്നുണ്ട്, വീടും എല്ലാം ഞാൻ കൊണ്ടുവന്നത് കാണിക്കാമെന്ന് പറയുമ്പോൾ, സാരമില്ല, പുറത്തെല്ലാം ചേട്ടൻ എൻ്റെ കൂടെ വന്നില്ലേ, ബാക്കി അകത്തെല്ലാം ഞാൻ പോയി കണ്ടോളാമെന്ന് പറയും. അങ്ങനെ ഓരോ റൂമും അലീന തുറന്ന് നോക്കുകയാണ്. അതിനുശേഷം സ്റ്റാലിയുടെ റൂമിലോട്ടാണ് വരുന്നത്. ആളില്ലെന്ന് കരുതിയാണ് അലീന ഹാൻഡിൽ ലോക്ക് തിരിച്ച് അകത്തോട്ട് കയറുന്നത്. ആ സമയത്ത് സ്റ്റാൻലി അകത്തിരുന്ന് മദ്യപിക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അലീന അങ്ങ് വല്ലാതായി പോവും. ഒട്ടും പ്രതീക്ഷിക്കാതാണ് റൂമിൽ കയറിയത്. അപ്പോൾ സ്റ്റാൻലി നോക്കുമ്പോൾ അലീനയാണ് കാണുന്നത്. അങ്ങനെ അലീന പെട്ടെന്ന് കതവ് ചാരിയിട്ടങ്ങ് തിരിച്ച് അലീനയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആൻ്റപ്പൻ എന്ന് പറഞ്ഞ് ഉടക്കെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ആൻ്റപ്പൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കേണൽ സാബ് എന്ന് ചോദിക്കും. അലീന ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അത് ആ പാലക്കാരൻ ബാലേന്ദ്രൻ സാറ് കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കും. യു ഫൂൾ ഡോ, അലീനെ ഇപ്പം എൻ്റെ റൂമിലോട്ട് ആരാ കൊണ്ടുവന്നതെന്ന്. അത് തൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ റൂമും അലീനെ കൊണ്ടുവന്നിരുന്ന് കാണിക്കാൻ, പിന്നെ അവളെന്തിനാ എൻ്റെ റൂമിലോട്ട് തനിച്ച് കയറി വന്നതെന്ന് ചോദിക്കും. അത് ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അത് ഞാൻ പുറത്ത് എസ്റ്റേറ്റും ഒരു സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോഴെൻ്റെയൊക്കെ പറഞ്ഞു അകത്തെല്ലാം ഞാൻ കണ്ടോളാമെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, ഇതൊന്നും ശരിയല്ല, എൻ്റെ റൂമിലോട്ട് ആരും പെർമിഷൻ ഇല്ലാതെ കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല, തനിക്ക് അറിയത്തില്ലേ. അറിയാം സാബ്, പിന്നെ എന്തിനാടോ എന്നൊക്കെ ചോദിക്കും. ഇനി ഇല്ല, പറയേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറയണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിലയും കിട്ടത്തില്ല. അത് ശരിയാണ്, സാബ് ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ലെന്ന് പറയും. അങ്ങനെ അലീനയുണ്ടോ റൂമിൽ ഉണ്ടെന്ന് പറയും. അങ്ങനെ നേരെ അലീനയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് നോക്ക് ചെയ്യുന്ന സമയത്ത് അലീന വന്ന് ഡോർ തുറക്കും. ആ സമയത്ത് ചോദിക്കും, അലീന നീ എന്താണ് ഇപ്പോൾ കാണിച്ചതെന്ന് അറിയാമെന്ന് ചോദിക്കും. എന്താ പപ്പ, നീ എന്തിനാണ് പെർമിഷൻ ഇല്ലാതെ എൻ്റെ റൂമിലോട്ട് വന്നതെന്ന് ചോദിക്കും. അത് ഞാൻ റൂമെല്ലാം കാണാമെന്ന് കരുതിയപ്പം അങ്ങോട്ട് വന്നേ, ഞാൻ അറിഞ്ഞില്ലെന്ന് പറയും. അത് ഞാൻ അറിയാതെ അങ്ങോട്ട് വന്നത്, പപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലെന്ന് പറയും. ഞാനങ്ങനെ മദ്യപിക്കുന്ന ഒരാളൊന്നുമല്ല, ചില സാഹചര്യങ്ങളാണ് നമ്മളെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അലീനയോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പറയും, നീ ഇത് ശരി, നീ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, ഇപ്പോൾ സമയം എന്തായി, ഇപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമാണ്, ഇവിടെ എല്ലാത്തിനും ഒരു ചിട്ടയും ഒരു സമയമൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കണം. നീ മുമ്പ് താമസിച്ച വീട് പോലല്ല, ഇപ്പോൾ നീ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്. അതേ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കണം. നിൻ്റെ പെരുമാറ്റവും വസ്ത്രധാരണവും എല്ലാം അതേ രീതിയിലായിരിക്കണമെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ശരി പപ്പ എന്ന് പറയും. അലീനയ്ക്ക് നല്ല ഒരു പേടിയുമുണ്ട്. സ്റ്റാൻലിയുടെ ആ ഒരു കർക്കശക്കാരനായ ഒരു പട്ടാളക്കാരൻ്റെ അതേ സംസാരമാണ്. ബാലചന്ദ്രൻ അതിന് നേരെ വിപരീതമാണ്. ഭയങ്കര സോഫ്റ്റായിട്ടാണ് അലീനയോട് എന്താടി മോളെ എന്നൊക്കെ വിളിച്ചുള്ളൊരു അപ്രോച്ചാണ് ബാലേന്ദ്രൻ്റെത്. സ്റ്റാൻലി തിരിച്ചും വളരെ ഇച്ചിരി ഗൗരവക്കാരനായ ഒരു പപ്പയുടെ ഒരു വേഷമാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ടേബിളിൽ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് നിന്ന് ഒരു ചിക്കൻ പീസ് താഴെ വീഴുമ്പോൾ അലീന അത് എടുക്കുന്നുണ്ട്. എടുത്തത് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാൻലി അലീനയെ ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. താഴെ വീഴുന്ന ഫുഡ് ഇവിടുത്തെ എൻ്റെ ഡോഗ്സിന് പോലും ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയുമ്പോൾ അലീന പറയും, ഞാൻ ഇത്രയും വർഷം 22 വർഷക്കാലം ഞാനൊരു ഓർഫനേജിലാണ് താമസിച്ചത്. ഞങ്ങൾക്ക് മിക്ക ദിവസവും ഭക്ഷണം ത്തിനുള്ള സാധനങ്ങൾ പുറത്തുനിന്നാണ് കൊണ്ടു തരുന്നത്. അതുകൊണ്ട് തന്നെ 1 മണി അരിയോ ആഹാര സാധനങ്ങൾ വേസ്റ്റാക്കലിനാണ് എൻ്റെ ബ്രിജിത്ത മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറയും. അതൊക്കെ അന്നത്തെ കാലം വലിയ അലീന. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നീ താമസിക്കുന്നത് എവിടെയാണെന്ന് ചിന്തിക്കണം, അതേ രീതി പെരുമാറണമെന്നല്ലേ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞെന്നൊക്കെ പറയും. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വെച്ചും അലീനയ്ക്ക് ചില വാണിങ്ങൊക്കെ സ്റ്റാൻലി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അലീനയ്ക്ക് അതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വലിയ വിഷമമായിരുന്നു. കാരണം പെട്ടെന്ന് ഒട്ടും തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളാണ് സ്റ്റാൻലിയുടെ ഭാഗത്തുനിന്ന് അലീനയ്ക്ക് നേരിടേണ്ടി വരുന്നത്. അതിനുശേഷം ബാലേന്ദ്രൻ അലീനയെ വിളിക്കുന്നുണ്ട്. വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മോളവിടെ സേഫ് അല്ലേ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല പപ്പ, ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയും, അച്ഛൻ വീട്ടിൽ ചെന്നാലും മേഡമായിട്ട് സംസാരമൊന്നും ഉണ്ടാവരുത്, ഞാൻ പോയതിനു ശേഷം അതിനെ ചൊല്ലി ഒരു സംസാരമൊന്നും ഉണ്ടാവില്ലെന്നൊക്കെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഇല്ല മോളെ, ഞാനായിട്ടൊന്നും സംസാരിക്കത്തില്ല, ഇങ്ങോട്ട് വന്നാൽ അതിന് തക്കതായ മറുപടി ഞാൻ കൊടുക്കുമെന്നൊക്കെ പറയും. ശരിയെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ റൂമിലിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അവതക്കുട്ടിച്ചായൻ്റെ ഒരു കോള് വരികയാണ്. ആ സമയത്ത് സ്റ്റാൻലി ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, അപ്പം എടാ, നീ ആ പാലയിൽ പോയി ആ പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നോന്ന് ചോദിക്കും. അതെ. നീ എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞോന്ന് ചോദിക്കും. അത് അപ്പച്ചാ, ഞാൻ
നീ എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞു എങ്ങനെ ആ പെൺകുട്ടിയെ കാണാൻ പോകുന്നതെന്നില്ലേ പറഞ്ഞോളൂ, പിന്നെ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നോക്കും. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതല്ല അപ്പച്ച, അവളെ കൂട്ടിക്കൊണ്ട് വന്നത് ബാലചന്ദ്രൻ മേനോനാന്ന് പറയും. അയാൾ കൂട്ടിക്കൊണ്ട് വന്നോ? നീ എന്തിനാ കൂട്ടിക്കൊണ്ടുവരാൻ സമ്മതം കൊടുത്തത്? അത് അപ്പച്ച അവളെൻ്റെ മകളല്ലേ, മകളാണെന്നുള്ളതിന് എന്തുവാടാ തെളിവ്? അയാൾ പറയുന്നു നിൻ്റെ മകളാണെന്ന്, നിനക്ക് പാലയിലൊരു പെൺകുട്ടിയായിരുന്നു ഇഷ്ടത്തിലായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അവൾ ഗർഭിണിയാണെന്നും പറയുന്നു. ആ പെൺകൊച്ച് തന്നെയാണ് ഇതെന്ന് നിനക്ക് എന്ത് ഉറപ്പും? അത് അപ്പോൾ എനിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി അവൾ നമ്മുടെ അമ്മച്ചിയുടെ കണക്കിരിക്കുമോ. എനിക്ക് ഒറ്റ നോട്ടത്തിൽ പിന്നെ എനിക്കൊരു തെളിവിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. സ്റ്റാൻലി, നീ വെറുതെ വേണ്ടാത്ത വയ്യാവിയിലൊന്നും എടുത്ത് വെക്കരുത്. അതും 10-23 വയസ്സുള്ള ഒരു പെങ്കൊച്ചാണ്. നീ നിൻ്റെ കുടുംബത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ട് വേണം. പള്ളിയും പട്ടക്കാരും എല്ലാം ഉള്ളതാണ് നമ്മുടെ കുടുംബത്തിൽ. അപ്പം നീ ഇങ്ങനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നീ എന്നോടെങ്കിലും ഒന്ന് ആലോചിക്കണമായിരുന്നു. എല്ലാ കാര്യവും നീ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടല്ലേ നീ ചെയ്യുന്നത്. ഈ ഒരു കാര്യം മാത്രം നീ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കും. അതപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലയോ, ഞാനല്ല അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. ബാലേന്ദ്രൻ മേനോൻ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമായിരുന്നു. എൻ്റെ സാഹചര്യം അതായിരുന്നെന്ന് പറയും. അപ്പച്ചനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അപ്പച്ചൻ ഇങ്ങോട്ട് നേരിട്ട് വാ, വന്നതിന് ശേഷം അലീനെ നേരിട്ട് കണ്ടതിന് ശേഷം അപ്പച്ചൻ എന്ത് തീരുമാനമെന്ന് വെച്ച് എടുക്കാൻ പറയും. എനിക്കൊരു ന്യായമില്ല അപ്പച്ച, എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിക്കേണ്ടായെന്ന് നോക്കും. എനിക്ക് സത്യമൊന്നും നല്ലതെന്ന് തോന്നുന്ന കാര്യം എനിക്ക് ചെയ്യാമല്ലോ എന്ന് പറയും. ശരി, എന്തായാലും ഞാൻ അങ്ങോട്ട് വന്ന് അവളെ ഒന്ന് കാണട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയും. അപ്പച്ചൻ എന്നാ വരുന്നത്? ഞാൻ ഇപ്പോൾ തന്നെ വരാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയും. അങ്ങനെ അവതക്കുട്ടിച്ചായൻ അലീനെ നേരിട്ട് കാണാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അലീന കിച്ചണിലോട്ട് ചെല്ലുന്നുണ്ട്. കിച്ചണിലോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ പൗലോസ് അവിടെ നിന്ന് കിച്ചണിൽ പാചകമൊക്കെ ചെയ്യുവാണ്. ആ സമയത്തേക്കും, അല്ല മേം സാബ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ എന്നെ മേം സാബ് ഒന്നും വിളിക്കേണ്ട, പേര് വിളിച്ചാൽ മതിയെന്ന്. അയ്യോ കുഞ്ഞെ, ഞാനെങ്ങനെ പേരൊക്കെ വിളിക്കുന്നതെന്ന് ചോദിക്കും. ഞാനും കൂടി സഹായിക്കാം. അയ്യോ അതൊന്നും വേണ്ട, കുഞ്ഞ് സഹായിക്കാനോ? അതും കേണൽ സാറിൻ്റെ മകൾ, അതൊന്നും വേണ്ട. കുഞ്ഞിന് ആവശ്യമുള്ള എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ റൂമിൽ കൊണ്ട് എത്തിച്ചു തരാം. വെറുതെ കേണൽ സാറിൻ്റെ വഴക്ക് എന്നെ കേൾപ്പിക്കല്ലേ എന്ന് പറയും. അതൊന്നും വേണ്ട ചേട്ടാ, ഇവിടെ വെറുതെ ചെയ്തിട്ട് എനിക്ക് ബോറടിക്കുന്നു. അതിനെന്താ, കുഞ്ഞിൻ്റെ റൂമിൽ ഇപ്പോൾ TV വെച്ച് തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ബുക്കുകളുണ്ട് വായിക്കാൻ. പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ കേണൽ സാറ് കൊണ്ടുപോകും. പിന്നെ അടുക്കള ജോലിയും ചെയ്യേണ്ടതെന്ന് പറയും. എനിക്കിതൊക്കെ നല്ല ശീലമാണ്, ഞാൻ മുമ്പ് ഇതെല്ലാം ചെയ്തിട്ടുള്ളതാന്ന് പറയും. കുഞ്ഞ് എവിടുന്നാണ് വരുന്നത്? ഞാൻ ഇത്രയും നാളും കുഞ്ഞ് എവിടെ ആയിരുന്നു? ഞാൻ ഇത്രയും 22 വർഷം ഞാൻ ഒരു ഓർഫനേജിലായിരുന്നു. ഓർഫനേജിലോ? അതെ, ത്യാഗഭവനം എന്ന് പറഞ്ഞൊരു ഓർഫനേജിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ബാലേന്ദ്രൻ സാറിൻ്റെ വീട്ടു ജോലിക്കോ? അതെ, അവിടുന്നാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് നോക്കും. അപ്പം കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ബാലചന്ദ്രൻ മേനോൻ കുഞ്ഞിൻ്റെ ആരാ? അതെൻ്റെ അച്ഛനാന്ന് പറയും. അച്ഛനോ? അപ്പം ഇവിടെയുള്ള കേണൽ സാറോ? അതെൻ്റെ പപ്പയാണ്. എനിക്ക് മനസ്സിലായില്ല. അത് ജന്മം കൊണ്ടും മാത്രമല്ല കർമ്മം കൊണ്ടും അച്ഛനാവാമല്ലോ ചേട്ടാ. അതുകൊണ്ടാണ്, അങ്ങനെയാണ് ബാലേന്ദ്രൻ മേനോൻ എൻ്റെ അച്ഛനായത്. എൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് ബാലേന്ദ്രൻ മേനോൻ. ഇവിടെ ഉള്ളത് എൻ്റെ പപ്പയാന്ന് പറയും. പക്ഷേ ഇതൊക്കെ നമ്മുടെ സ്റ്റാൻലി കേൾക്കുന്നുണ്ടായിരുന്നു. വേണ്ട കുഞ്ഞ്, ഒരു ജോലിയും ചെയ്യേണ്ട, കുഞ്ഞങ്ങ് പൊയ്ക്കോ എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ അവതക്കുട്ടിച്ചായൻ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ആൻ്റപ്പൻ കാറ് കാണുന്നുണ്ട്. ഇതിപ്പം അവതക്കുട്ടിച്ചായൻ്റെ കാറാണല്ലോ എന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആൻ്റപ്പൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാരും അവതക്കുട്ടിച്ചായൻ, ഇതെന്ത് പറ്റി പെട്ടെന്ന് പറയാതൊരു സന്ദർശനം? പെട്ടെന്ന് ഓരോ തീരുമാനങ്ങളൊക്കെ അല്ലേ ഇവിടെ നടപ്പാവുന്നത്. അപ്പോൾ അതൊന്നും അറിയാവുന്ന കരുതി. എന്താ, നിനക്കൊന്നും അറിയത്തില്ല ഏതാണ് ഇവിടെ വന്നു കയറിയ പെൺകുട്ടിയെന്ന് ചോദിക്കും. അയ്യോ അത് നമ്മുടെ കേരള സാറിൻ്റെ മകളല്ലേ? മകളോ? എൻ്റെ അറിവിൽ അവൻ അങ്ങനെ ഒരു മകളില്ലെന്ന് പറയും. അത് വിവാഹത്തിന് മുമ്പ് ജനിച്ച മകളാണെന്നാണ് ഞങ്ങളുടെ പറഞ്ഞതെന്ന് പറയും. ഓഹോ, അതേത് മകളാണ്? എന്തായാലും ഇവിടെ കാണണമല്ലോ. എന്തായാലും അവളെ അധികം നാൾ ഞാനിവിടെ വെച്ച് വാഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷിച്ചാണ് അവതക്കുട്ടിച്ചായൻ അങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് പൗലോസ് അങ്ങോട്ട് വരും. എന്തു പറ്റി? അവതക്കുട്ടിച്ചായൻ ആ പെൺകുട്ടി ഇറക്കി വിടാനാന്ന് തോന്നുന്നു, നല്ല ദേഷ്യത്തിലാണ് വന്നിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി കുറേ മദ്യക്കുപ്പിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവതക്കുട്ടിച്ചായൻ ചോദിക്കും, നീ രാവിലെ തന്നെ തുടങ്ങിയോ എന്ന് ചോദിക്കും. ഇത് ഞാൻ അപ്പച്ചന് വേണ്ടി എടുത്തു വെച്ചാന്ന് പറയും. എനിക്കൊന്നും വേണ്ട, ഞാൻ നിൻ്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതുമല്ലെന്ന് പറയും. എന്താ അപ്പച്ച, വന്നപ്പോൾ തന്നെ നല്ല ചൂടിലാണല്ലോ എന്ന് പറയും. പിന്നെ നല്ല സന്തോഷകരമായ കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് നടന്നെന്ന് അപ്പച്ചനെയും പറയുന്നത്. എടാ, ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം നീ എന്നോട് പറഞ്ഞോ? അതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും നീ എന്നോട് പറഞ്ഞു. ഈ ഒരു കാര്യം മാത്രം നീ എന്താ എന്നോട് പറയാഞ്ഞ? അപ്പച്ച, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് ബാലേന്ദ്രനാണ്. അയാൾക്കറിയാം 22 വയസ്സുള്ള പെൺകുട്ടി ഇനി അവിടെ നിർത്തി അയാൾക്ക് ദോഷമാണെന്നുള്ളത്. ഇനി അവളുടെ കല്യാണം, മറ്റ് ചിലവുകൾ, ഇതൊക്കെ ആര് നോക്കും എന്നൊക്കെ പറയും. അവൾ എൻ്റെ മകളാണെങ്കിൽ ഞാനല്ലേ വെച്ചാൽ പപ്പയുടെ സ്ഥാനത്ത് നിന്നെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. നിനക്ക് സ്വന്തമായിട്ട് മക്കളുണ്ട്, നീ അവരുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിലൊരു സംസാരമാവുകയാണ്. അപ്പച്ചൻ എന്തായാലും ദേഷ്യമൊക്കെ കളഞ്ഞ് ആദ്യം ഇവിടെ ഇരിക്കുക, ഇതൊരെണ്ണം കഴിക്കാൻ പറയും. എനിക്ക് വേണ്ട, ഇതേ ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുവന്ന വില കൂടിയ ബ്രാൻഡാണ്, ഇവിടെ ഒന്നും കിട്ടുന്നതല്ലെന്ന് പറയും. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറയും. അവളെവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറയും. ആദ്യം അപ്പച്ചനോട് ഇരിക്കേ,
അങ്ങനെ അവതക്കുട്ടി ചായനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ അലീനെ വിളിക്കും. വിളിച്ച് ചോദിക്കും, അതേ എങ്കിൽ ഞാൻ അത് കഴിക്കാമെന്ന് പറയും. അങ്ങനെ ആ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചേക്കുന്ന സാധനം കഴിക്കാൻ പറയും. ഇത് കൊള്ളാവലോടെ ലാലിച്ച. അതാ ഞാൻ പറയുന്നത് വില കൂടിയ സാധനമാണെന്ന്. അങ്ങനെ അപ്പോൾ അതേ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കും. അതെന്തിനാ? അതേ അവൾ കള്ളു കുടിക്കുന്ന ഈ സഭയിലോട്ടൊന്നും അവൾ വരത്തില്ലെന്ന് പറയും. അവൾ അത്രയ്ക്ക് അഹങ്കാരിയാണോ? അഹങ്കാരിയൊന്നുമല്ല, അവൾക്ക് അതൊന്നും ഇഷ്ടമല്ലെന്ന് പറയും. എന്തായാലും അപ്പച്ചൻ വാ, നമുക്ക് അവളുടെ റൂമിലോട്ട് ഇരിക്കാമെന്ന് പറയും. അങ്ങനെ ആൻ്റപ്പനെ വിളിക്കും. ഉടനെ ആൻ്റപ്പൻ, എന്താ സാബ്? അത് ഞാനേ അപ്പച്ചന് അലീനെ ഒന്ന് കാണണം. ആൻ്റപ്പൻ അലീനെ വിളിക്കാൻ പറയും. ശരി സാബെന്ന് പറയും. അലീനെ ഇവിടെ കിച്ചണിലുണ്ട്, ശരി വിളിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ അലീനെ വിളിക്കാനായിട്ട് ആൻ്റപ്പൻ കിച്ചണിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് അലീനയുടെ റൂമിലോട്ട് സ്റ്റാൻലി അവതക്കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എടാ ലാലിച്ച, നീ എന്തോ ഈ റൂം ഇപ്പോൾ പുതുക്കി പണിതോ? ഇല്ല, പിന്നെന്താ ഇതിനത്ര സൗകര്യം? ഒരുമാതിരി കൊട്ടാരം പോലെ ഉണ്ടല്ലോ എന്ന് പറയും. നമ്മുടെ വീട്ടുപേര് തന്നെ കൊട്ടാരം പറ്റുമെന്നല്ലേ അപ്പച്ച? അപ്പോൾ ഞാനിതൊരു കൊട്ടാരമാക്കാമെന്ന് കരുതി. ഇത് നീ അവൾക്ക് താമസിക്കാൻ കൊടുത്ത റൂമാണോ? ഇത്രയും സൗകര്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ. അവളെൻ്റെ മകളല്ലേ അപ്പച്ച എന്ന് പറയും. ഇതേ ലാലിച്ച, എനിക്കങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല നീ നിൻ്റെ മകളാ നീനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നിനക്ക് 3 മക്കളുണ്ട്, അതാ നിൻ്റെ മക്കൾ എന്നൊക്കെ ഇങ്ങനെ അവതക്കുട്ടി ചാൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് അലീന അങ്ങോട്ട് വരുന്നത്. പപ്പ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അലീന കടന്നു വരുന്നത്. ഒരു പെൺകുട്ടി ഇടനാഴിലൂടെ വരുന്നത് അവതക്കുട്ടി ചാൻ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീനെ കാണുന്നത് അവതക്കുട്ടി ചാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം ഒരു 10-50 വർഷം പുറകിലോട്ട് പോയ പോലെ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യ ചിന്നമ്മയുടെ അതേ രൂപസാദൃശ്യമുള്ള അവൾ സാരി ഉടുത്തിരിക്കുന്നു. മറ്റവർ ഈ മുണ്ടും ചട്ടയൊക്കെ കിട്ടുന്ന ആ ഒരു വേഷം, അതേ കണക്ക് അതേ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടി. പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് എന്ത് പറയണം, എന്ത് നോക്കണം എന്നറിയാം, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത രീതിയിൽ ഇങ്ങനെ അലീനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ ഭാര്യ പുനർജനിച്ച് നിൽക്കുന്ന കണക്കാണ് അവതക്കുട്ടി ചായന് തോന്നിയത്. അപ്പോഴത്തേക്ക് സ്റ്റാൻലി ചോദിക്കും, അപ്പച്ച വിളിക്കും. എന്നിങ്ങനെ പെട്ടെന്ന് ഉറക്കം ഉണർന്ന കണക്ക് ചോദിക്കും, ഇതാണ് അലീനയെന്ന് പറയും. അലീന, ഇതാണ് നിൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ അപ്പച്ചൻ അവതക്കുട്ടി ചായനെന്ന് പറയും. നമസ്കാരം എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അപ്പം പറയും, വല്യപ്പച്ചൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ചോദിക്കും, അവതക്കുട്ടി എന്ന് പറയും. ശരി നീ ഇരിക്കാൻ പറയും. അങ്ങനെ അലീനെ അവിടെ കസേരയിൽ ഇങ്ങനെ ഇരുത്തും. എന്താ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കും അവതക്കുട്ടി ചായൻ. ഞാനതിനെ പേടിക്കുന്നത്, ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് പറയും. പോകാൻ വേണ്ടി? എങ്ങോട്ട് പോകാൻ? എങ്ങോട്ടാണെന്നറിയത്തില്ല. പിന്നെ നീ എങ്ങോട്ട് പോകാനാ? അല്ല, ആൻ്റപ്പൻ ചേട്ടൻ പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ഇവിടുന്ന് ഓട്ടിക്കാനായിട്ട് അവതക്കുട്ടി ചായൻ വരുന്നെന്ന്. അവൻ അങ്ങനെ പറഞ്ഞു? പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ പുതിയൊരു ആളല്ലയോ, എനിക്കിവിടെ യാതൊരു പരിചയമില്ല. പപ്പയ്ക്ക് പോലും ഇപ്പോഴാണ് എന്നെ മനസ്സിലായത്. അപ്പോൾ ഞാനിവിടെ സ്ഥിരം നിൽക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ വല്യപ്പച്ചൻ എന്നെ ഇറക്കി വിടാനുള്ള അധികാരമുണ്ടല്ലോ, നിന്നെ ഇറക്കി വിടാൻ എനിക്കൊരു അധികാരമില്ല. നിന്നെ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും നിൻ്റെ പപ്പയാണ്, അതിലെനിക്കെന്ത് കാര്യം എന്ന് ചോദിക്കും. സ്റ്റാൻലി നിന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത്? കുഴപ്പമൊന്നുമില്ല, സ്നേഹത്തിലാണെന്ന് പറയും. അപ്പോൾ സാധാരണ എല്ലാവരോടും ഒരുമാതിരി സ്വഭാവമാണ് പെരുമാറുന്നത്. അങ്ങനെ സ്നേഹമായിട്ടൊന്നും അങ്ങനെ പെരുമാറാറില്ല. പക്ഷേ നിന്നോട് സ്നേഹമാണെന്ന് എനിക്ക് തോന്നി. അതെന്താ വല്യപ്പച്ചൻ അങ്ങനെ പറഞ്ഞു? അല്ല, ഈ റൂം കണ്ടില്ലയോ? ഞാൻ മുമ്പ് വന്ന സമയത്ത് ഈ റൂം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിപ്പോൾ നല്ല കൊട്ടാരം പോലെ അലങ്കരിച്ചിട്ടേക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവന് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നുള്ളതെന്ന് പറയും. അത് ചോദിക്കും, പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ലാലിച്ചൻ്റെ മോളല്ലേ? ലാലിച്ചനോ? അതാരാ? സ്റ്റാൻലി. അവൻ്റെ അമ്മ ചിന്നമ്മ അവനിട്ടിരുന്ന പേരാന്ന് പറയും സ്റ്റാൻലി. പ്രത്യക്ഷത്തിൽ എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോൾ തോന്നിയത് എൻ്റെ ചിന്നമ്മ മുമ്പിൽ നിൽക്കുന്ന കണക്കാണ്. സത്യം പറയാമല്ലോ, എൻ്റെ ചിന്നമ്മയുടെ തനി ഉടം പിറവിയാണ് നിന്നെ കണ്ടാലെന്ന് പറയും. വല്യപ്പച്ചന് അങ്ങനെ തോന്നിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ട തോന്നി. അപ്പോൾ ചുമ്മാതല്ല, സ്റ്റാൻലി അവൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഒരു തെളിവില്ല നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് എനിക്കിപ്പം മനസ്സിലായതെന്ന് പറയും. അങ്ങനെ അലീനയെ ഓട്ടിക്കാൻ വന്ന അവതക്കുട്ടി ചായൻ അലീനയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. അങ്ങനെ അലീനയും വല്യപ്പച്ചനും തമ്മിലും കൂട്ടാവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കഥയ്ക്കാൻ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.